നമസ്കാരം. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നരേന്ദ്രമോദിയും അർദ്ധരാത്രി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നടപ്പിലാക്കാൻ ഒരു തീരുമാനമായിരിക്കുകയാണ്. കൂടാതെ തന്നെ 58 കേന്ദ്ര സേനയെ മണിപ്പൂരിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കാൻ ഒരു നിർദ്ദേശവും മോദി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അറിയിക്കുകയും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു കഴിഞ്ഞു. ഉദ്യോഗതല യോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. നാളെയാണ് വിശദമായ ഒരു അവലോകന യോഗം ഉണ്ടാകുക എന്ന് സൂചന. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുമായി മുന്നോടിയായി ഒരു സന്ദർശനം മാറ്റിവെച്ച് വസതിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് അമിത്ഷാ ഒരു യോഗം വിളിച്ചു ചേർത്തത്. മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ എല്ലാ സുരക്ഷാ സേനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിലെ വിവിധ ഇന്ത്യൻ ആർമിയോട് തയ്യാറായിരിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. സുപ്രധാന കേസുകളുടെ കാര്യക്ഷമമായ അന്വേഷണത്തിനായി നാഷണൽ അന്വേഷണ ഏജൻസി അഥവാ NIA കേസുകൾക്ക് അതായത് NIA കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം സമാധാനം നിലനിർത്തുന്നതിന് കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്ന് സംസ്ഥാനത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സുരക്ഷാ സേനയുമായി സഹകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ കുക്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ മെയ്തേയ് ചാര സംഘടനകൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കുക്കി സായുധ ഗ്രൂപ്പുകളെ അടിച്ചമർത്തിയാൽ മതിയെന്ന മണിപ്പൂർ മുഖ്യമന്ത്രി വീരേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന NDA MLA-മാരുടെ യോഗത്തിന്റെ നിർദ്ദേശത്തിൽ ഇവർ എതിർക്കുകയും ചെയ്തു. സായുധ സംഘടനകളുമായുള്ള സമാധാന കരാർ പിൻവലിക്കണമെന്ന ആവശ്യം തങ്ങൾ നേരത്തെ ഉന്നയിച്ചതായി മേധി വിഭാഗം ചൂണ്ടിക്കാട്ടി. 24 മണിക്കൂറിനകം നടപടി അറിയിച്ചില്ലെങ്കിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളും താഴിട്ട് പൂട്ടുമെന്ന് ഒരു ഭീഷണി പൗരസംഘടനകൾ നൽകിക്കഴിഞ്ഞു. ഈ പൗരസംഘടനയെ ഭീഷണിപ്പെടുത്തിയ പൗരസംഘടനകളെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രി നടന്ന NDA MLA-മാരുടെ യോഗത്തിലാണ് കുക്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രമേയം പാസാക്കിയത്. ഈ കുക്കി ഗ്രൂപ്പുകളാണ് മണിപ്പൂരിൽ വലിയ തോതിൽ ഒരു ആക്രമണവും അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇംഫാൽ താഴ്വരയിൽ ഉൾപ്പെടെ 6 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സൈനിക അധികാര നിയമം നടപ്പിലാക്കിയ നടപടി പിൻവലിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രമേയമല്ല, സമയബന്ധിതമായ നടപടിയാണ് സർക്കാരിനെ അറിയിക്കേണ്ടതെന്ന നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുക്കി വിഭാഗക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ അവർ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന യോഗത്തിൽ 27 MLA-മാർ പങ്കെടുത്തതായാണ് സർക്കാർ അറിയിക്കുന്നത്. 11 MLA-മാർ യോഗം ബഹിഷ്കരിച്ച് പങ്കെടുക്കാത്ത BJP MLA-മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത 3 MLA-മാരും NCP നേതാക്കളുമുണ്ട്. രാത്രി നടന്ന NCP MLA-മാരുടെ യോഗത്തിലാണ് കുക്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രമേയം പാസാക്കിയത്. ഈ സംഘടനകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ മണിപ്പൂരിലെ BJP ഒന്നടക്കം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മണിപ്പൂരിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു. കുക്കി വിഭാഗക്കാരാണ് അവിടെ പാകിസ്ഥാന്റെയും സഹായത്തോടെ അവിടെ ഇപ്പോൾ ഒരു ക്രമസമാധാനം തകർത്ത് ഒരു ആക്രമണ സ്വഭാവം അയച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ ക്രമസമാധാനം തകർത്ത് എത്രയും പെട്ടെന്ന് ക്രമസമാധാനം പിടിച്ചുകെട്ടി തിരികെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനാണ് അമിത്ഷാ ഇപ്പോൾ 58 കേന്ദ്ര സേനാംഗങ്ങളുടെ നേരെ മണിപ്പൂരിലേക്ക് ഇന്നലെ രാത്രിയോടെ തന്നെ അയച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മണിപ്പൂർ സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കിട്ടുന്ന വാർത്തകൾ.